ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണോ, എന്താണ് സന്തോഷ വാർത്ത എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലും മെസ്സേജൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ റിപ്ലൈയും പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങളടുത്ത് ബൺ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, വേറെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉള്ളത്, ബീഡ്സ് ഉണ്ടോ, വയർ ബോണ്ടോ മെറ്റൽ ബോണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. നമുക്ക് ചില ആൾക്കാർ പിന്നെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് എടുക്കുക പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ നമ്മൾ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ സെൻഡ് ആക്കും. പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ വേറെ ഫോണിലാണ് ഞാൻ പറയാറുണ്ട്, ഞാൻ യൂസ് ആക്കുന്ന ഫോണിലല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഏകദേശം ഐറ്റംസൊക്കെ ഞാൻ എന്തൊക്കെ സൂം ചെയ്ത് കാണിച്ചു തരുന്നൊന്നുമില്ല, ഏതൊക്കെ ഐറ്റം ബീഡ്സുകളല്ലെന്ന് നിങ്ങൾക്ക് കണ്ടാൽ എന്തൊക്കെയാണ് വെറൈറ്റികളുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സന്തോഷ വാർത്ത എന്താണെന്നുള്ളതെന്ന് ഞാൻ പറയാം. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ല, അതല്ല സന്തോഷ വാർത്ത, വേറെയാണ്, ഞാൻ പറയാം. പിന്നെ അതിന് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത ആൾ ഞാനാണ്. എൻ്റെ താഴെ 3 അനിയന്മാരുണ്ട്. അതിലൊരാളെ കല്യാണം കഴിഞ്ഞു, ആൾക്കൊരു മോളുണ്ട്, ചെറിയ മോളുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ ഉമ്മ എന്നാൽ ചെറുപ്പത്തിലേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഉമ്മാക്ക് ഹജ്ജ് ചെയ്യണം എന്നുള്ളത്, മക്ക ഒന്ന് കാണണം എന്നുള്ളത്, കിബില ഒന്ന് കാണണം എന്നുള്ളത് ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം. ഉമ്മാൻ്റെ ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമാണ് അത്രേ. അത് ഞാൻ ചെറുപ്പത്തിലേ കേട്ടൊരാഗ്രഹമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇതുവരെ ഉമ്മാക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങളെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ നമ്മൾ ഇബ്രാഹിം നബീൻ്റെ വിളി കിട്ടണമെന്ന് പറയലുണ്ട്. അത് എത്തിയാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ എത്ര ക്യാഷ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒത്തു വന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. ആ വിളി എത്തിയാൽ നമ്മൾ എന്തായാലും അവിടെ എത്തും. അത് ഇപ്പം എൻ്റെ ഉമ്മാക്ക് ഇപ്പോഴാണ് ആ വിളി എത്തിയത്. ഉമ്മ ഈ 24-ാം തീയതി ബുധനാഴ്ച തോന്നുന്നു, 24-ാം തീയതി ജൂലൈ 24-ാം തീയതി ഉമ്മ ഉംറക്ക് പോവുകയാണ്. അതൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഉമ്മ ആരും ബുദ്ധിമുട്ടിക്കാതെ ഉമ്മ നയിച്ചുണ്ടാക്കിയ പൈസ 10-12 വർഷമായി എൻ്റെ ഉമ്മ ആടിനെ നോക്കുന്നത്. ഞങ്ങൾ മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കാഞ്ഞിട്ട് മക്കളും ഞാനും എല്ലാവരും പറയലുണ്ട്, നിങ്ങൾക്ക് കഴിയൂല ആടുകളെ നോക്കി കൊണ്ടെടുക്കാൻ. എല്ലാവർക്കും അറിയാം, നോക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമുക്ക് ക്യാഷ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ട് അതും ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് 19-12 വയസ്സായി. പിന്നെ അതിൻ്റേതായിട്ടുള്ളതല്ല, അല്ലാതെ തന്നെ ബുദ്ധിമുട്ട്. ചെറുപ്പത്തിലെ ഉമ്മക്ക് ഊരയ്ക്ക് ഡിസ്ക് ഇളകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് ബെൽറ്റ് ഇട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മക്ക് കയ്യിൽ അധികം ബാലൻസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. കയ്യിൽ ബലം പിടിച്ച് നമ്മൾ അധികം തേങ്ങ ചിരണ്ടാൻ കഴിയൂല. അതുപോലെ തന്നെ പത്തിരി പ്രസ് ചെയ്യാൻ, പിന്നെ തേങ്ങ പൊളിക്കാൻ, മാറാലട്ടാനൊന്നും മനക്കൊണ്ട് കഴിയൂല. കാരണം കഴുത്തിനും ബെൽറ്റ് ഇട്ടതാണ്. അപ്പോൾ അതൊന്നും അങ്ങോട്ടും അങ്ങനെയില്ല. അതൊക്കെ ഒരു ഇതായി അഡ്ജസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. പിന്നെ വെരിക്കോസ് വെയിൻ്റെ നല്ല പ്രോബ്ലംസ് ഉണ്ട്. കണ്ടാൽ തന്നെ നമുക്കതിനെ പേടിയാവും. കാരണം നഖം തട്ടിയാൽ പൊട്ടുന്ന രൂപത്തിലൊക്കെയാണ് ഉമ്മാൻ്റെ. അപ്പം അങ്ങനെയും അത്രയും കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്, നോക്കണ്ട, കയ്യൂല എന്ന് പറയുന്നത്. മക്കളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കയ്യൂല ഉമ്മാവ് ആടാളെ വിറ്റാളി കജ്ജൂല എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വയ്യായികൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഉമ്മ പറയും, എനിക്കൊരു നെയ്യത്തുണ്ട്, ആ നെയ്യത്താണ് എന്ന് പറയും. ഇപ്പോൾ എല്ലാ ആടുകളെയും വിറ്റു, ഒരാട് മാത്രം അയച്ചല്ലാത്ത ആടുകളൊക്കെ വിറ്റു. അപ്പോൾ ആ ക്യാഷ് കൊണ്ടും പിന്നെ ഉമ്മാരേതായിട്ടുള്ളൊരു ക്യാഷ് ഉണ്ടായിരുന്നു, അതും ഒക്കെ പാടെ ഉമ്മ വിറ്റ ആടുകൾ നോക്കുകയാണെങ്കിൽ ഉപ്പാക്ക് കൂടി ഉംറക്ക് പോകാനുള്ള ക്യാഷ് ഉണ്ട്. പക്ഷേ ഉപ്പാക്ക് പോകാൻ പറ്റില്ല. ഉപ്പാക്ക് കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കാതെ ഉപ്പാക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് വന്നതാണ്, കുറേ വർഷം മുൻപ്. ഇപ്പോൾ ഒന്ന് വിസിറ്റിങ്ങിന് പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മയാണ് പോകുന്നത്. അപ്പോൾ ഇനി കഴിയുന്നുണ്ടെങ്കിൽ ഹജ്ജിന് എന്താ പറയുക, ഹജ്ജിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹജ്ജിന് കഴിയൂല. കാരണം 5 ലക്ഷമാണ് നമ്മൾ ഗവൺമെൻറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇനി മക്കളാലെ കൈയാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പോയി ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ മുൻപൊരു ഉമ്മാൻ്റെ നെയ്യത്തുണ്ടല്ലോ, അത് ഇതാക്കണം. അപ്പോൾ എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മേൻ്റെ ഉപ്പ തന്നെയാണ്. കാരണം ഇത്രയും കഷ്ടപ്പാടും വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാ മക്കളെ കാര്യങ്ങളും, ഞങ്ങൾ ഞാൻ വിരുന്നല്ലാണെങ്കിലും ഉപ്പാൻ്റെ കാര്യങ്ങൾ എല്ലാം എൻ്റെ ഉമ്മ എന്നെ ചെയ്ത് അതിൻ്റെ മട്ടത്തിൽ തന്നെ ചെയ്തിട്ട്, അല്ലാതെ വേറെ ലെവലിൽ ഏൽപ്പിക്കലല്ല, എല്ലാം ഉമ്മ എന്നെ ചെയ്തിട്ട് ബാക്കി ബാലൻസ് വരുന്നത് നമ്മൾ ടിവിയും സീരിയലും സിനിമയും പിന്നെ കിടന്നുറങ്ങണ നേരമാണ് എൻ്റെ ഉമ്മ ആടാളെ നോക്കി. ഉച്ചയ്ക്കത്തെ അറിയാലോ, ഉച്ചയ്ക്ക് ശേഷം 1-2 മണിക്കൂർ, പിന്നെ അതിന് വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെയും നോക്കിയിട്ട് ഉമ്മ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്നേ ഇല്ല. രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഉമ്മാക്ക് ഫ്രീ ഇല്ല. രാത്രിയാണ് പിന്നെ ഒന്ന് ഓതി കുത്തിർന്നിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത്. പിന്നെ ഇരിക്കാൻ അധികം നേരമല്ലല്ലോ രാത്രി, പിന്നെ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യും. അല്ലാതെ ഉമ്മ ഫ്രീ ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല.
അപ്പോൾ അങ്ങനെയും കഷ്ടപ്പാടും ഇതാക്കിയിട്ടും പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ജീവിതത്തിൽ എന്താ വെച്ചാൽ നല്ലോണം ആഗ്രഹിച്ചും ചെയ്യുക, അതിനനുസരിച്ച് പ്രയത്നിച്ചും ചെയ്യുക. പടച്ചവനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പകുതി മുക്കാലും ഭൂരിഭാഗവും യഥാസ്ഥിതിയിലെത്തും. അത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കണ്ടിട്ട് പഠിച്ചാണ്. ഉമ്മാൻ്റെ എന്നല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ബിസിനസ് എനിക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നല്ലോണം കഷ്ടപ്പാടും ചെയ്യുന്നുണ്ട്. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാനും ചെയ്യുന്നത്. എല്ലാ കാര്യവും ഒരാളെ മുടക്കാൻ വരത്തില്ല. ഞാൻ നേരത്തിനും കാലത്തിനും തിന്നാത്ത ഭക്ഷണം കഴിക്കാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉള്ളൂ. അല്ലാതെ എല്ലാവരും ആ സമയത്ത് എല്ലാം കൃത്യം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് നമ്മളിത്. അപ്പോൾ ഇന്ന് സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കഷ്ടപ്പാടും വേണം, പ്രയത്നിക്കും വേണം, പടച്ചവനോട് പറയും വേണം ഒക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഉള്ളതിനനുസരിച്ച് ഒരു വീതം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കാം. അത് പാവപ്പെട്ടവരോ അല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് 10 രൂപ, ഒരു 100 രൂപ കിട്ടുന്ന ഒരു 10 രൂപ 5 രൂപ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് എൻ്റെ ഉമ്മാൻ്റെ ഇതിൽ കണ്ട് പഠിച്ചു തന്നെയാണ് ഞാൻ. എൻ്റെ ഉമ്മ ആരും ഇപ്പോൾ പിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിഷാടനം ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ മുൻപേ ഞാൻ കണ്ടിട്ടുള്ള ആരെങ്കിലും പിരിവൊക്കെ ചോദിച്ചിട്ട് കൈയില്ലാത്തവരെ കാലില്ല അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ അമ്മ വെറും കൈയോടെ മടക്കി വിട്ടിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് എൻ്റെ ഉമ്മാനെ. അപ്പോൾ ഇതുവരെയും മടക്കി വിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉമ്മാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഉമ്മ ചെയ്യാറുണ്ട്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. ആരോടും നോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും കുറച്ചൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ചില ഇതൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. എന്ന് കരുതി താത്ത ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. അതിനർഹതയാണോ നിങ്ങളെന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടിയിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് കഷ്ടപ്പാടുണ്ടോ എന്ന് നിങ്ങളോടും ചിന്തിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കൂടെ ഉമ്മ മാത്രമല്ല, ഉമ്മയും ഉമ്മാൻ്റെ വലിയ ജ്യേഷ്ഠത്തിയും മോനും മരുമോളും മക്കളൊക്കെ പോകുന്നുണ്ട്. ഉമ്മ ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പോൾ പ്രത്യേകം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പമില്ലാതെ ഉമ്മ നല്ല രീതിയിൽ ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഒന്നുണ്ടാവണം. പിന്നെ എന്താ പറയുക, ഇതാണ് ഏകദേശം ബീഡ്സ് ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ബൺ ഐറ്റംസുകളുണ്ട്. ബൺ ഐറ്റംസ് കുറച്ചുകൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ ഈ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ആരെയും ഇപ്പോൾ കഷ്ടപ്പെടുത്താതെ പോയ പോലെ തന്നെ, അതായത് ഉംറക്ക് ആരെയും മക്കളെ ബുദ്ധിമുട്ടിക്കാതെ ഒന്നും ഉമ്മാൻ്റെ പൈസ കൊണ്ടല്ല പോകുന്നത്. അതേപോലെ എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ നയിച്ച് അധ്വാനിച്ച് എൻ്റെ ക്യാഷ് കൊണ്ട് എനിക്കൊരു ഉംറ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ മക്കളും ഹസ്ബൻഡും വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് തല പോയിട്ടല്ല, എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിപ്പം സാധിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ എനിക്കും അതേപോലെ തന്നെ ഒരു ഇബ്രാഹിം നബിൻ്റെ വിളി വരികയെന്നറിയില്ല. അന്ന് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഉമ്മ നല്ല രീതിയിൽ പോയിട്ട് വരട്ടെ. എന്നിട്ട് എനിക്കും ഇൻഷാ അല്ലാഹ് ഒന്ന് പോകണം. എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഒന്ന് പോകണം. എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ്. ഏതൊരു മുസ്ലിമിനുള്ളൊരു ആഗ്രഹമായിരിക്കും അത് അവിടെ നിന്ന് കാണണം എന്നുള്ളത്. ഏതൊരു മുസ്ലിമിനുള്ളൊരു ആഗ്രഹമായിരിക്കും അവിടെ നിന്ന് കാണണം എന്നുള്ളത്. അത് എല്ലാവർക്കും ഭാഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ അത്. അതിനൊരു ഭാഗ്യം വേണം, പിന്നെ പൈസയും വേണം, എല്ലാം വേണം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റും. പടച്ചോനല്ലേ വലുത്. എല്ലാവരും ഒരേപോലെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തൂല എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് നല്ല കാലമാണെന്നുണ്ടെങ്കിൽ മോശം കാലമാണെന്നുണ്ടെങ്കിൽ പിന്നെ പടച്ചോൻ സഹായിക്കാതിരിക്കില്ല, കാണാതിരിക്കില്ലല്ലോ നമ്മളെ പ്രാർത്ഥന ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ എന്നെ ഇതുവരെ എത്തിച്ച നിങ്ങൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ടും സന്തോഷമുണ്ട്. എനിക്ക് നല്ല എൻ്റെ കസ്റ്റമേഴ്സുമാണ് നിങ്ങൾ, എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരുമാണ്. അപ്പോൾ മേക്കിംഗ് വീഡിയോസൊക്കെ ഉടൻ വരുന്നുണ്ട്. റേഞ്ചിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ട് റിപ്ലൈയും കൊടുക്കാൻ വൈകുന്നത്. അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാനൊക്കെ അപ്ലോഡ് ആക്കിയാൽ കുറേ ടൈം എടുത്തിട്ടാണ് അപ്ലോഡായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഓരോന്ന് പാദസരത്തിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓരോന്ന് വൺ ബൈ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറേ നേരമായില്ലേ അപ്പോൾ ഇത്രയ്ക്ക്. ഓക്കെ, താങ്ക് യു.